പ്രിയപ്പെട്ടവരെ, ഈശോയുടെ പീഡാനുഭവ രംഗങ്ങളിൽ നമ്മൾ കാണുന്ന സുന്ദരമായ ഒരു രംഗമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 18 അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. യേശു പ്രതിവചിച്ചു, ഞാനാണ് എന്ന് നിങ്ങളോട് പറഞ്ഞുവല്ലോ. നിങ്ങൾക്ക് എന്നെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഇവർ പോയിക്കൊള്ളട്ടെ. നീ എനിക്ക് തന്നവരിൽ ആരെയും ഞാൻ നഷ്ടപ്പെടുത്തിയില്ല എന്ന് അവൻ പറഞ്ഞ വചനം പൂർത്തിയാകുവാൻ വേണ്ടിയായിരുന്നു ഇത്. പ്രിയപ്പെട്ടവരെ, അങ്ങ് എനിക്ക് നൽകിയവരിൽ ആരെയും ഞാൻ നഷ്ടപ്പെടുത്തിയില്ല എന്ന വചനം പൂർത്തിയാകാൻ യേശുവിനെ പിടിക്കാൻ വന്നവരോട് ചോദിച്ചു, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? ഞങ്ങൾ യേശുവിനെ. അങ്ങനെയെങ്കിൽ ഒരു കാര്യം, അത് ഞാനാണ്, ഇവർ പോയിക്കൊള്ളട്ടെ. എത്ര മനോഹരമായ ഒരു രംഗം! അങ്ങ് എനിക്ക് നൽകിയവരിൽ, നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 17 വായിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 17 അങ്ങ് എനിക്ക് നൽകിയ ആരെയും ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വീണ്ടും 6 ഒരുവൻ പോലും നഷ്ടപ്പെടരുത് എന്നതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. അപ്പോൾ ഈശോ പറയുകയാണ്, അങ്ങ് എനിക്ക് നൽകിയ ആരെയും ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല. ഈ വചനം പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത്. പ്രിയപ്പെട്ടവരെ, അതാണ് സുവിശേഷം. ഒരാൾ പോലും നഷ്ടപ്പെടരുത് എന്ന ആത്മീയതയുടെ പുസ്തകമാണ് സുവിശേഷം. വചനം പറയുന്നുണ്ട്, യോഹന്നാൻ 3:16 അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നഷ്ടപ്പെടാതിരിക്കുവാൻ തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ സ്നേഹം എന്താണ്? സ്നേഹമിതാണ്, ആരും നഷ്ടപ്പെടരുത്. ഇതാണ് സ്നേഹം. പ്രിയപ്പെട്ടവരെ, സുവിശേഷം നമ്മളോട് പറയുന്നത്, ബൈബിൾ എന്താണ്? എന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അപരനെ നേടുന്ന ആത്മീയതയുടെ പുസ്തകമാണ് ബൈബിൾ. എന്നെ ഇല്ലാതാക്കിക്കൊണ്ട് അപരനെ നേടുന്ന ആത്മീയതയാണ് ബൈബിൾ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 10 അധ്യായം നമുക്കറിയാം. ഞാൻ നല്ല ഇടയനാണ്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ലൂക്ക 15 നമ്മൾ ഏറ്റവും നല്ല ഉപമ, ഒരു സ്ത്രീക്ക് 10 നാണയമുണ്ടായിരുന്നു. 1 നഷ്ടപ്പെട്ടപ്പോൾ അത് കണ്ടുകിട്ടുവോളം അന്വേഷിക്കുന്നു, വീടടിച്ചു വാരുന്നു. 2 100 ആടുകളുണ്ടായിരുന്നു. 1 നഷ്ടപ്പെട്ടപ്പോൾ ആ 99 വിട്ട് നഷ്ടപ്പെട്ടതിൻ്റെ പിന്നാലെ. ഇതാ, ഒരു മകൻ വീട്ടിലുണ്ട്, എന്നാൽ ഒരാൾ നഷ്ടപ്പെട്ടപ്പോൾ ഈ പിതാവ് കാത്തിരിക്കുക, എന്നെങ്കിലും അവൻ തിരികെ വരും എന്ന് കരുതി. ഇതാണ് സുവിശേഷം. ഒരാൾ പോലും നഷ്ടപ്പെടരുത്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ ഏൽപ്പിച്ചവർ നഷ്ടപ്പെടുന്നുണ്ടോ? ദൈവം നമ്മളെ ഏൽപ്പിച്ചു ഒരു കുടുംബനാഥൻ, ആ കുടുംബത്തെ ദൈവം ഏൽപ്പിച്ചതാ. ഒരു വൈദികനാണെങ്കിൽ ആ വൈദികനെ ഏൽപ്പിച്ച ജനമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു ജീവിത പങ്കാളി, നിന്റെ ജീവിത പങ്കാളിയെ ദൈവം നിന്റെ കയ്യിൽ ഏൽപ്പിച്ചതാ. അവനിൽ വിശ്വസിക്കുന്ന ആരും നഷ്ടപ്പെടരുത്. ഈ ആത്മീയത നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. ഈശോ പറഞ്ഞു, ഞാൻ അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഒന്ന് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നിതാന്തമായി നമ്മൾ അവരെ പ്രാർത്ഥനയിൽ സമർപ്പിക്കണം. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ നിയോഗം തന്നെ നഷ്ടപ്പെട്ട ഒരാളെ നേടിയെടുക്കുക എന്നതാകാം. തിരുസഭയിൽ ഒരു വിശുദ്ധനുണ്ട്, നമുക്ക് ഏറ്റവും പരിചയമാണ്, വിശുദ്ധ അഗസ്റ്റിൻ. ലോകത്തിൻ്റെ വഴികളിലൂടെ മാത്രം പോയ ഒരാൾ, നഷ്ടപ്പെട്ടു പോയൊരു മകൻ. ഈ നഷ്ടപ്പെട്ടതാണ് ഈ മകൻ. എല്ലാ തിന്മകളും, മോശം ബന്ധങ്ങൾ, അങ്ങനെ ഈ ലോകത്തിൻ്റെ എല്ലാ തിന്മകളിലും യഥേഷ്ടം ജീവിച്ച ഒരു മകൻ. പക്ഷേ ഈ നഷ്ടപ്പെട്ട മകൻ്റെ അടുത്ത് ദൈവം ഒരമ്മയെ നിർത്തുന്നുണ്ട്.
നഷ്ടപ്പെട്ട മകൻ്റെ അടുത്ത് ദൈവം നിർത്തിയ അമ്മയുടെ പേരാണ് മോണിക്ക. മോണിക്ക് വിശുദ്ധയായത് എന്തുകൊണ്ടാണ്? മോണിക്ക് വിശുദ്ധയായത് മോണിക്ക് എത്രയോ വർഷങ്ങൾ ഈ മകന് വേണ്ടി പ്രാർത്ഥിച്ചു, നിതാന്തമായിട്ട് പ്രാർത്ഥിച്ചു. രണ്ട് കാര്യം സംഭവിച്ചു. അഗസ്റ്റിൻ മാനസാന്തരപ്പെട്ടു എന്നതല്ല, അതുവഴി മോണിക്ക എന്ന അമ്മ വിശുദ്ധ മോണിക്കയായിട്ട് മാറി. യേശു പറഞ്ഞു, ഞാൻ ജീവൻ നൽകുന്നു, ഞാൻ അവർക്ക് ജീവൻ ഉണ്ടാകാൻ എൻ്റെ ജീവൻ നൽകുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഒരു നഷ്ടപ്പെടൽ നമുക്ക് വേദനയായിട്ട് മാറണം. അപ്പോൾ ഒരു പക്ഷെ ദൈവം നിന്നെ ദാമ്പത്യമെന്ന ഒരു കൂദാശ വഴി നിന്റെ ജീവിത പങ്കാളിയുടെ അടുത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഓർക്കുക, നിന്നിലൂടെ ദൈവം ആ വ്യക്തിയുടെ രക്ഷ ആഗ്രഹിക്കുന്നുണ്ട്. നിന്നിലൂടെ ദൈവം ആ വ്യക്തിയുടെ തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരിക്കൽ ഒരു ധ്യാനം നടക്കുക, ഒരു പോപ്പുലർ മിഷൻ ധ്യാനം. ഞാനൊരു വീട്ടിൽ ചെല്ലുവാനിടയായി. അപ്പോൾ ആ വീട്ടിലെ ആഘോഷം എന്ന് പറയുന്നത് ആ വീട്ടിലെ അപ്പൻ്റെയും അമ്മയുടെയും 30ാമത് വിവാഹ വാർഷികമാണ്. ഈ 30ാമത് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഈ ഭർത്താവ് ഒരു പക്ഷേ അവരുടെ ആ ആഘോഷത്തിൽ പങ്കുചേരാൻ എനിക്ക് അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ അവസരം കിട്ടുകയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞൊരു സെൻറ്റൻസ്, അച്ചോ സത്യമായിട്ടും ഇതെൻ്റെ ആദ്യത്തെ വിവാഹ വാർഷികമാണ്. ഞാൻ അത്ഭുതപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ 29 വർഷങ്ങൾ ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ഭാര്യയോട് ഭാര്യ എന്ന ഒരു പരിഗണന കാണിച്ചിട്ടില്ല. അവൾ പറഞ്ഞതൊന്നും അനുസരിച്ചിട്ടില്ല. കുമ്പസാരമോ വിശ്വാസമോ ഇല്ലാത്തൊരു ജീവിതം. പക്ഷേ ഇന്ന് ഈ കഴിഞ്ഞ ഒരു വർഷം ആണ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരികെ വന്നത്, ഞാൻ കുമ്പസാരിച്ചത്. ഇദ്ദേഹം പറയുക കഴിഞ്ഞ 29 വർഷത്തിൽ സുബോധത്തോടെ എൻ്റെ ഭാര്യയുടെ അടുത്ത് ഞാൻ കിടന്നത് എൻ്റെ ഓർമ്മയിലില്ല. സുബോധത്തോടെ കിടന്നത് ഓർമ്മയിലില്ല. ഈ മനുഷ്യൻ പറയുക, എന്നാൽ എൻ്റെ ഭാര്യയ്ക്ക് ഒരു ഗൗരവമായ രോഗമുണ്ടായി. ഒരു ദിവസം ഞാൻ എൻ്റെ ഭാര്യയെ, ഒരു പക്ഷേ ഈ 29 വർഷത്തിൽ ആദ്യമായി ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവൾക്ക് വേണ്ടി സമയം ചെലവഴിച്ചു. അത് മറ്റുള്ളവർ എന്ത് പറയുമെന്ന് ചിന്തിച്ച് ചെയ്തൊരു കാര്യമാണ്. അങ്ങനെ ഞാൻ തിരിച്ചു വന്നു. ആദ്യമായിട്ടൊരു ദിവസം മദ്യപിക്കാതെ ഞാൻ കിടന്നു. അച്ചോ, രാത്രിയിൽ ഞാനൊരു കാഴ്ച കാണുന്നു. കാഴ്ച ഇതാണ്: രോഗിയായി അധികം ബുദ്ധിമുട്ടരുത് എന്ന് പറഞ്ഞ ഭാര്യ ഞാൻ കിടക്കുന്ന കട്ടിലിൻ്റെ ചുവട്ടിൽ മുട്ടിന്മേൽ നിന്ന് കരം വിരിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ അവളെ ഉറക്കത്തിൽ എപ്പോഴോ ഉണർന്നപ്പോൾ ഇത് എൻ്റെ കാഴ്ചയിൽപ്പെടുന്നു. ഞാൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. ഞാനും അവളും തമ്മിലുള്ള സംസാരം കേട്ടപ്പോൾ, ഒച്ച കൂടിയപ്പോൾ, അടുത്ത മുറിയിൽ കിടന്ന മകൾ അവിടെയുണ്ട്. മകൾ കോളേജിൽ നിന്ന് വന്നിട്ടുണ്ട്. മകൾ മുറിയിലേക്ക് ഓടി വരുന്നു. മകൾ എന്നോട് ചോദിച്ചൊരു ചോദ്യം: പപ്പ ഇപ്പോഴാണോ അങ്ങനെ അമ്മയെ കാണുന്നത്? എന്നാൽ ഓർമ്മ വച്ച നാൾ മുതൽ ഞാൻ അമ്മയെ കാണുന്നതാണ്. ഞങ്ങൾ പിന്തിരിപ്പിച്ചതാണ് അമ്മയെ. എന്ന് വെച്ചാൽ ആദ്യമായിട്ട് സുബോധത്തോടെ കിടന്നുറങ്ങിയപ്പോൾ ആണ് ഭാര്യ ഇങ്ങനെ ചെയ്യുന്നത്.
മദ്യപിച്ച് കിടക്കുന്ന ഭർത്താവിൻ്റെ കാൽച്ചുവട്ടിൽ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് ഈ ഭർത്താവ് കാണുന്നു. എന്നാൽ 21 വയസ്സുള്ള മകൾ പറഞ്ഞു, ഞാൻ ഓർമ്മ വച്ചപ്പോൾ മുതൽ കാണുന്നതാണ്. ഞാൻ ഓർമ്മ വച്ചപ്പോൾ മുതൽ, നിങ്ങളുടെ കൂടെ കിടക്കുന്ന ആ നാൾ ഓർമ്മ വച്ചപ്പോൾ മുതൽ ഞാനിത് കാണുന്നതാണ്. എനിക്ക് തിരിച്ചറിവുണ്ടായപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, എന്തിന്? അമ്മ പറഞ്ഞു, നിനക്കത് പറയാം, എനിക്ക് മാറാൻ പറ്റില്ല. മോണിക്ക എന്ന് പറയുന്നത് നമ്മൾ വായിച്ചെവിടെയോ അവസാനിപ്പിക്കേണ്ട ഒരു ചരിത്രമല്ല. ഇന്ന് അങ്ങനെയുണ്ട്. നിനക്ക് മാറാം, നിനക്ക് അങ്ങനെ പറയാം, നിനക്കെന്നോട് ചോദിക്കാം, അമ്മയ്ക്ക് എന്തിൻ്റെ കേടാണ്? അപ്പൻ 29 വർഷമായിട്ടും അറിഞ്ഞിട്ടില്ല അമ്മ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്തിൻ്റെ കേടാണ്. പ്രിയപ്പെട്ടവരെ, ഒരു പ്രാർത്ഥനയും കേൾക്കപ്പെടാതെ പോകില്ല, ഒരു സ്നേഹവും ഫലം കാണാതെ പോകില്ല. നമ്മൾ നഷ്ടപ്പെട്ടതിന് വേണ്ടി നിൽക്കുന്നുണ്ടോ? നഷ്ടപ്പെട്ടതിന് വേണ്ടി ദൈവത്തിന് മുമ്പിൽ കണ്ണുനീരൊഴുക്കുന്നുണ്ടോ? ഇത് പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 വർഷം മുമ്പ് ഒരു ഈസ്റ്റർ കഴിഞ്ഞ് ഡിവൈനിൽ നടക്കുന്നൊരു ധ്യാനം, വിദേശത്തുള്ള ഒരു കുടുംബം ധ്യാനിക്കാൻ വരികയാണ്. ധ്യാനിക്കാൻ വരുമ്പോൾ ആ കുടുംബത്തിൽ ഒരു മോളുണ്ട്. ആ പെൺകുട്ടിയുടെ ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞിട്ട് 1 വർഷമാകുന്നു. എന്ന് വെച്ചാൽ അതിന് മുമ്പത്തെ ഈസ്റ്റർ കഴിഞ്ഞ് വന്ന പുതു ഞായറാഴ്ചയോ മറ്റോ ആയിരുന്നു ഈ കുട്ടിയുടെ ആദ്യ കുർബാന സ്വീകരണം. ഇത് പറയാൻ കാരണം, ഈ കുട്ടിയും അപ്പനും അമ്മയും ഈ കുട്ടിയുടെ മൂത്ത ചേട്ടന് ഒരു 14 വയസ്സുണ്ട്, ഈ പെൺകുട്ടിക്ക് ഒരു 9 വയസ്സ് കാണും. അവർ വന്നിരിക്കുക. ഈ മനുഷ്യൻ, ഈ അപ്പൻ ഒരു ദിവസം എൻ്റെ മുറിയിൽ വന്ന് അദ്ദേഹം ഏങ്ങലടിച്ച് കരയുക. അദ്ദേഹം കരയാനൊരു കാരണം പറയുന്നുണ്ട്. അദ്ദേഹം കരയാൻ പറഞ്ഞ കാരണവിധ, അദ്ദേഹം വിദേശത്ത് താമസിക്കുന്നവരാ, ഭാര്യ ജോലിയുണ്ട്, മക്കൾ സ്കൂളിൽ പോകും. അങ്ങനെ വിദേശത്ത് തന്നെ ഈ മോളുടെ ഫസ്റ്റ് കമ്മ്യൂണിയൻ, ആദ്യ കുർബാന സ്വീകരണം നടന്നു. അപ്പോൾ എല്ലാ ദിവസവും ഈ അപ്പൻ മദ്യപിക്കും. അദ്ദേഹം ജോലി കഴിഞ്ഞ് വരുമ്പോൾ മദ്യപിച്ച് വീട്ടിലങ്ങനെയാണ്. അപ്പോൾ ഈ കുട്ടി ആദ്യ കുർബാന സ്വീകരണത്തിന് അത് പഠിപ്പിച്ച പള്ളിയിലെ ആരോ പറഞ്ഞു കൊടുത്തു, നമ്മൾ ത്യാഗമേറ്റ് പ്രാർത്ഥിച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കും. നമ്മൾ ത്യാഗമെടുത്ത് പ്രാർത്ഥിച്ചാൽ, ഈശോ രക്തം വിയർത്ത് പ്രാർത്ഥിച്ചു, ഈശോ 40 ദിവസം ഉപവാസം ഇരുന്ന് പ്രാർത്ഥിച്ചു. ഇങ്ങനെ ഈ ആദ്യ കുർബാന സ്വീകരണത്തിൽ ഏതോ വിശുദ്ധരെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ ആ വിശുദ്ധരെ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചു എന്ന കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞു. ഈ കുഞ്ഞ് ചെയ്ത പ്രവൃത്തി, ഈ നമ്മൾ ഫിഷ് ടാങ്കിലൊക്കെ ഇടുന്ന ചെറിയ കല്ലുണ്ട്, പരിക്കൻ കല്ലുകൾ, ഈ കുട്ടി ആരും കാണാതെ ഈ കല്ലെടുത്തു. വീട്ടിലെല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ഇവളിത് ടൈലിൽ അല്ലെങ്കിൽ ഗ്രാനൈറ്റ്, അവിടെ ടൈലിൻ്റെ പുറത്ത് ഈ കല്ലിടും. അവൾ ഈ കല്ലിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. സംഭവിച്ച ആരും അറിഞ്ഞില്ല. പക്ഷെ സംഭവം ഈ കൂർത്ത കല്ലുകളിൽ നിന്നതുകൊണ്ടാകാം ഇവളുടെ ആ കുഞ്ഞ് മുട്ട്, ആ മുട്ടിൻ്റെ തൊലി പൊട്ടി ഇൻഫെക്ഷനായി. ആരും അറിയാതെ തുണി കൊണ്ട്, കർച്ചീപ്പ് കൊണ്ട് 2 മുട്ടും കെട്ടിവെച്ചു. എന്നാൽ ഇവളുടെ അസ്വസ്ഥത, അമ്മ ജോലിക്ക് പോകും, ജോലിയുടെ തിരക്ക്, അപ്പൻ ഇങ്ങനെ. എന്നാൽ ഈ കുട്ടിയുടെ അസ്വസ്ഥത പഠിപ്പിക്കുന്ന ടീച്ചർ മനസ്സിലാക്കി. ടീച്ചർ ഈ കുട്ടിയുടെ കാലിൽ കെട്ടിയിരിക്കുന്ന ഈ കർച്ചീപ്പ് അഴിക്കുമ്പോൾ 2 കാലും പൊട്ടി ആ മുറിവിൽ നിന്ന് ചലം വരുന്നു, ആ മുറിവിൽ നിന്ന് രക്തവും ചലവും, ആ പഴുപ്പ് വരുന്നു. അവർ പെട്ടെന്ന് പേരൻസിനെ വിളിച്ചു. ഇതെങ്ങനെ സംഭവിച്ചു, എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ പേരൻസിനെ വിളിച്ച് അടുത്തിരിക്കുക, അപ്പനെ അമ്മയെ വിളിച്ച് അടുത്തിരുത്തിയിരിക്കുക. എത്ര ചോദിച്ചിട്ടും കുട്ടി ഇത് പറയുന്നില്ല. അവസാനം ടീച്ചർ പറഞ്ഞു, എന്താ സംഭവിച്ചതെന്ന് പറ. ഇവൾ കരയാൻ തുടങ്ങി. ഞാൻ ഇങ്ങനെ ചെയ്തു, എൻ്റെ പപ്പയുടെ മദ്യപാനം മാറണം. ഞാൻ ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞ അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് തരുന്ന ഐസ്ക്രീം
അത് കൊണ്ടുപോയി ഞാൻ കളയും. ചോക്ലേറ്റ് ഞാൻ കഴിച്ചിട്ടില്ല, എനിക്കിഷ്ടപ്പെട്ടത് മാറ്റണമെന്ന് പറഞ്ഞു, ഞാനിപ്പോൾ 1 വർഷമാകുന്നു ഞാനിത് കഴിച്ചിട്ടില്ല. ഈ അപ്പൻ എന്നോട് പറഞ്ഞൊരു സെൻറ്റൻസ് ഉണ്ട്. ആ ടീച്ചറിൻ്റെ മുമ്പിലിരുന്ന് ഒരു പുരുഷനാണെന്ന അവസ്ഥ പോലും മറന്നുകൊണ്ട് ഞാൻ വാവിട്ട് കരഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, ഇദ്ദേഹം പറഞ്ഞു, എൻ്റെ അച്ഛോ, ഒരു ധ്യാനത്തിന് പോലും ഞാൻ പോയിട്ടില്ല, എൻ്റെ മാനസാന്തരത്തിൻ്റെ കാരണം എൻ്റെ ഈ കുഞ്ഞ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കുക, നമ്മളെ ദൈവം നിർത്തിയിട്ടുണ്ട്. ഇന്ന് ഒരുപാട് പേര് നഷ്ടപ്പെടുന്നു. നമ്മൾ നഷ്ടങ്ങളുടെ കണക്കുകൾ പരിശോധിക്കുന്നുണ്ട്. നമ്മുടെ ഇടവകയിലൊരു പെൺകുട്ടി ഇങ്ങനെ പോയി എന്ന് നഷ്ടങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ നഷ്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ എത്രത്തോളം ത്യാഗമെടുത്തും നമ്മൾ എത്രത്തോളം ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടിന്മേൽ നിന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. ഉറപ്പാണ്, കണ്ടെത്താൻ പറ്റാത്ത രീതിയിൽ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. തിരിച്ചു വരാത്ത രീതിയിൽ ഒന്നും അകന്നു പോയിട്ടില്ല. നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. പക്ഷേ ഇതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ നഷ്ടം വന്നു കഴിയുമ്പോൾ നമ്മൾ അത് സഭയാണെങ്കിലും ഇടവകയാണെങ്കിലും ഒരനുശോചനം, അതിനപ്പുറത്തേക്ക് പോകുന്നില്ല. എന്നാൽ എൻ്റെ കുടുംബത്തിൽ ഒരാൾ നഷ്ടപ്പെടുമ്പോൾ ആ നഷ്ടപ്പെട്ടതിനെ നേടിയെടുക്കാൻ യേശുവിൻ്റെ മനസ്സ് ഞാൻ സ്വീകരിക്കുന്നുണ്ടോ? ആ നഷ്ടപ്പെട്ടതിനെ സ്വന്തമാക്കാൻ യേശുവിൻ്റെ മനസ്സ് ഞാൻ സ്വീകരിക്കുന്നുണ്ടോ? യേശു പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധിയാകുവാനുമാണ്. ഞാൻ ജീവൻ നൽകുന്നു. അപ്പോൾ നമ്മൾ ഓർക്കുക, ആ നൽകൽ, അതാണ് നമ്മൾ കാണുന്നത്. അവൻ നൽകുകയാണ്. നിങ്ങൾക്ക് വേണ്ടി മുറിയപ്പെടുന്ന എൻ്റെ ശരീരം, നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തം. പ്രിയപ്പെട്ടവരെ, ഞാൻ മുറിയപ്പെടുന്നുണ്ടോ? ഞാൻ ചിന്തപ്പെടുന്നുണ്ടോ? എൻ്റെ ജീവിതം ഈ ബലിയായിട്ട് മാറുന്നുണ്ടോ? ഇതാണ് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം. അപ്പോൾ നമുക്ക് മുമ്പിൽ ചില നഷ്ടങ്ങളുണ്ട്. നഷ്ടങ്ങളുമായിട്ട് പ്രാർത്ഥനാ കേന്ദ്രങ്ങളിലും ധ്യാന കേന്ദ്രങ്ങളിലും പോകാൻ എളുപ്പമാണ്. നഷ്ടങ്ങളുമായിട്ട് നമ്മളുടെ ബെഡ്റൂമിൽ കുരിശിൻ്റെ മുമ്പിൽ നമുക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടോ? ആ നഷ്ടത്തിന് വേണ്ടി ഞാൻ ഉള്ളുരുകി, ഞാൻ എന്നെ തന്നെ ഇല്ലാതാക്കി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഒരാളും തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ നഷ്ടപ്പെട്ടിട്ടില്ല. എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്ക് വേണം കാത്തിരിക്കുന്ന ഒരു മനസ്സ്. ആ മകൻ എന്നെങ്കിലും തിരിച്ചു വരും എന്ന് കരുതി കാത്തിരിക്കുന്നൊരു മനസ്സ്. ഇത്രയും പേരുണ്ടല്ലോ, 99 ഉണ്ടല്ലോ. ഒരാളുടെ നഷ്ടമല്ലാതെ കണക്ക് കൂട്ടുന്നു എന്നത് ഈ സുവിശേഷത്തിൻ്റെ മനസ്സല്ല. ഇന്ന് ലോകത്തിൻ്റെ മനസ്സാണ്. ഇപ്പോൾ നമ്മൾ കാണും, ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ഒരാൾ കലഹിച്ച് ഭിന്നിച്ചിറങ്ങിപ്പോകുന്നത്. പെട്ടെന്ന് നമ്മൾ പ്രതികരണങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അയാൾ പോയി എന്ന് വെച്ച് ഈ പ്രസ്ഥാനത്തിനൊന്നും വരില്ല. നമ്മൾ കേൾക്കുന്ന ഒരു സ്വരമാണ്. അത് ലോകത്തിൻ്റെ രീതിയാണ്. ആ ലോകത്തിൻ്റെ ആ രാഷ്ട്രീയ മനോഭാവം നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ടോ? നഷ്ടപ്പെടുന്നില്ലേ? നമ്മളുടെ ചില കാത്തിരിപ്പുകൾ ഇല്ലാതാകുന്നത് കൊണ്ട്, നമ്മൾ കേൾക്കാൻ തയ്യാറാകാത്തത് കൊണ്ട്, നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകാത്തത് കൊണ്ട്, നമ്മൾ പ്രാർത്ഥനയിൽ ചേർത്ത് പിടിക്കാൻ തയ്യാറാകാത്തത് കൊണ്ട് എത്രയോ പേര് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു ധ്യാനങ്ങളുമായിട്ട് ഇടവകളിലൊക്കെ ചെല്ലുമ്പോൾ ഒരുപാട് സങ്കടം തോന്നാറുണ്ട്. സങ്കടം തോന്നിയിട്ടുള്ളൊരു കാര്യം, ഒരു പക്ഷേ അതിനെ ഓർത്താണ് യേശു ഇന്ന് വേദനിക്കുന്നത്. എത്രയോ വ്യക്തികൾ വിശ്വാസത്തിൽ നിന്ന്, എത്രയോ വ്യക്തികൾ കൂദാശകളിൽ നിന്ന്, എത്രയോ വ്യക്തികൾ ഈശോയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന്, പ്രിയപ്പെട്ടവരെ, സഭ കാരണം അല്ലെങ്കിൽ സഭയുടെ ചില മനോഭാവങ്ങൾ കാരണം അകലുന്നു. പക്ഷേ ഈ അകലൽ നമുക്കൊരു വേദനയ്ക്ക് കാരണമാകുന്നുണ്ടോ? അത് പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. നമ്മളുടെ കുടുംബത്തിലും ഉണ്ട്
ചില നഷ്ടപ്പെട്ടു പോയവർ. അതിന് ഒരുപാട് കാരണങ്ങൾ നമ്മൾ നികത്തുന്നുണ്ട്. നമ്മൾ കൂടുതലും നികത്തുന്ന കാരണം മറ്റുള്ളവരിലേക്കാണ് നോക്കുന്നത്. എൻ്റെ മകൻ അങ്ങനെയാകാൻ കാരണം, എൻ്റെ ഭർത്താവ് ഇങ്ങനെയാകാൻ കാരണം, ആ വ്യക്തി അങ്ങനെ പോകാൻ കാരണം. നമ്മൾ അയാളുടെ കാരണങ്ങളിലേക്ക് നോക്കുന്നു. മറിച്ച് ആ കാരണങ്ങളിലേക്കല്ല നോക്കേണ്ടത്. മറിച്ച് ആ വ്യക്തിയെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുവാനും നമ്മൾ പ്രാർത്ഥിക്കുവാനും തയ്യാറാകണം. അതാണ് നമ്മൾ ഗത്സമനിയിൽ കാണുന്നത്. നിങ്ങൾ എന്നെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ അവർ പോകട്ടെ, അങ്ങ് എനിക്ക് നൽകി ആരെയും നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്ന വചനം പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ഈ വചനത്തെ ധ്യാനിക്കുമ്പോൾ ഒരു പക്ഷേ ഇത് നമ്മുടെ കുടുംബങ്ങളിലെ യാഥാർത്ഥ്യമാണ്. നമ്മൾ കുറ്റപ്പെടുത്തി, നമ്മൾ പഴി പറഞ്ഞ്, നമ്മൾ അസ്വസ്ഥപ്പെട്ട് നമ്മൾ അത് സ്വീകരിച്ച് കടന്നു പോവുകയാണ്. പക്ഷേ ഒരു ആൾ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ നഷ്ടത്തിൻ്റെ അടുത്ത് അടിച്ചു വാരാനും കണ്ടുകിട്ടുവോളം തേടിപ്പോകാനും കാത്തിരിക്കാനും ദൈവം ഒരാളെ നിർത്തുന്നുണ്ട്. ഒരാൾ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഒരാൾ കാണാതെ പോകുന്നുണ്ടെങ്കിൽ, ആ കാണാതെ പോയതിനെ കണ്ടുകിട്ടുവോളം ജാഗ്രതയോടെ അടിച്ചു വാരുവാനും, ആ ഇറങ്ങിപ്പോയതിനെ വരുവോളം കാത്തിരിക്കുവാനും, ആ കാണാതെ പോയതിനെ അന്വേഷിച്ചിറങ്ങാനും ദൈവം ഒരാളെ നിർത്തുന്നുണ്ട്. അത് നീയാണ്, അത് ഞാനാണ് എന്ന് തിരിച്ചറിവുണ്ടാകണം. ആ തിരിച്ചറിവിലേക്ക് നമ്മൾ വളരുന്നതാണ് നമ്മൾ യേശുവിനെ സ്വീകരിക്കുന്നതിൻ്റെ മനോഭാവം. അതിനാൽ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് തരുന്ന വചനം ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വചനമാണ്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കുവാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കുവാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കുടുംബത്തിൽ ഒരു വ്യക്തി, എൻ്റെ മകൾ ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ല, മകൻ ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ല, എൻ്റെ ജീവിത പങ്കാളി ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ല, എൻ്റെ ഒരു സഹോദരൻ ഇങ്ങനെയാണ്. ഈ വചനത്തിൽ ആ വ്യക്തിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ലൂക്ക 19:10 നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കുവാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ആരാധനയിൽ ഈ വചനത്തിൻ്റെ അഭിഷേകം നമ്മിലുണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കാരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിൻ ശക്തിയോടാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിൻ ശക്തിയോടാരാധിക്കാം. ദാനിയേലും സിംഹക്കുഴിയിൽ ആരാധിച്ച പോൽ, അപ്പസ്തോലർ ജയിലുകളിൽ ആരാധിച്ച പോൽ. ദാനിയേലും സിംഹക്കുഴിയിൽ ആരാധിച്ച പോൽ, അപ്പസ്തോലർ ജയിലുകളിൽ ആരാധിച്ച പോൽ. ദൈവജനം രക്തം ചിന്തി ആരാധിച്ച പോൽ, കഷ്ടതയിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ദൈവജനം രക്തം ചിന്തി ആരാധിച്ച പോൽ, കഷ്ടതയിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ആരാധിക്കാം, നമുക്കാരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിൻ ശക്തിയോടാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം.
ഒന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം. ആദ്യസഭവാളിൻ മുൻപിൽ ധീരതയോടെ ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചപ്പോൾ, ആദ്യസഭവാളിൻ മുൻപിൽ ധീരതയോടെ ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചപ്പോൾ, യേശുവിനായി ലോകത്തിൽ മരണം വന്നാലും ഹല്ലേലൂയ ഗീതം പാടി ആരാധിക്കുമേ. യേശുവിനായി ലോകത്തിൽ മരണം വന്നാലും ഹല്ലേലൂയ ഗീതം പാടി ആരാധിക്കുമേ. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു നിമിഷം നമ്മെ പൂർണ്ണമായും ദിവ്യകാരുണ്യത്തോട് ചേർത്ത് വയ്ക്കാം. ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഉദ്ധാനം ചെയ്ത യേശു എതിരെ വരുന്നത് കണ്ടപ്പോൾ വചനം പറയുന്നു, അവർ അവൻ്റെ കാൽക്കൽ വീണ് അവനെ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു. അവർ അവൻ്റെ കാൽക്കൽ വീണ് അവനെ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. അവർ ചിന്തിക്കുന്നുണ്ട്, വെള്ളത്തിന് മുകളിലൂടെ അവൻ നടന്നു വരുമ്പോൾ അവർ ഭയപ്പെടുന്നുണ്ട്. അവൻ പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇത് ഞാനാണ്. ഈ മണിക്കൂറിൽ ഈശോ അതേ കാര്യം നമ്മളോട് പറയുന്നു, നീ ഭയപ്പെടേണ്ട, ഐ ആം ഹിയർ ഫോർ യു. ഞാൻ നിനക്ക് വേണ്ടി ഇവിടെയുണ്ട്. ഇത് ഞാനാണ്, ഞാൻ അടുത്തുണ്ട്. നമ്മുടെ ഓരോ പ്രശ്നങ്ങളിലും നമ്മൾ യേശുവിനെ ആരാധിക്കുമ്പോൾ യേശു പറയുന്ന കാര്യം ഇതാണ്, നീ ഭയപ്പെടേണ്ട, ഞാനിവിടെയുണ്ട്. നീ ഭയപ്പെടേണ്ട, ഞാനിവിടെയുണ്ട്. ഐ ആം ഹിയർ ഫോർ യു. ഞാൻ നിനക്ക് വേണ്ടി ഇവിടെയുണ്ട്. ഓരോ വിശുദ്ധ കുർബാനയും നമ്മളിപ്പോൾ വീട്ടിലായിരിക്കുമ്പോൾ, നമ്മളായിരിക്കുന്നിടങ്ങളിൽ ഈ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വയ്ക്കുമ്പോൾ, ആ വിശുദ്ധ കുർബാനയിൽ ഈശോ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തോട് പറയുന്ന കാര്യം, യേശുവിനെ ആരാധിക്കുന്ന, ഈ കുർബാനയിൽ യേശുവിനെ ആരാധിക്കുന്ന ഓരോ വ്യക്തിയോടും ഈശോ പറയുന്ന കാര്യം, മോനെ മകളെ, നീ ഭയപ്പെടണ്ട, ഇതാ ഞാൻ ഇവിടെയുണ്ട് നിനക്ക് വേണ്ടി, ഞാൻ അടുത്തുണ്ട് നിന്റെ പ്രശ്നത്തിൽ. ഇതാണ് ഈശോ നമ്മളോട് പറയുന്നത്. ഇതാ, അതിനാൽ ആ ശിഷ്യന്മാർ ചെയ്തതുപോലെ ഉദ്ധാനം ചെയ്ത യേശുവിനെ കണ്ടപ്പോൾ അവർ അവൻ്റെ കാൽക്കൽ വീണ് അവനെ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു. പ്രിയപ്പെട്ടവരെ, സഭ പഠിപ്പിക്കുന്നു, വിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ഓരോരുത്തരുടെയും മധ്യത്തിലേക്ക്, നമ്മുടെ ഓരോരുത്തരുടെയും അടുത്തേക്ക് കടന്നു വരുന്നത് ഉദ്ധാനം ചെയ്ത യേശുവാണ്. ഇതാ, ഉദ്ധാനം ചെയ്ത യേശുവിനെ നമ്മൾ ആരാധിക്കുമ്പോൾ ഉദ്ധാനം ചെയ്ത യേശു നമ്മളോട് പറയുന്ന കാര്യം, നീ ഭയപ്പെടേണ്ട, ഞാനുണ്ട്, ഞാൻ ജീവിച്ചിരിപ്പുണ്ട്, ഞാൻ മരിച്ചവനല്ല, ഞാൻ ജീവിക്കുന്ന ദൈവമാണ്. ഇതാണ് ഈശോ നമ്മളോട് പറയുന്നത്. പ്രിയപ്പെട്ടവർ, ഒരു നിമിഷം നമുക്ക് രണ്ട് കരങ്ങൾ ഉയർത്തി യേശുവിനെ സ്തുതിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു.
യേശുവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. ആരാധിക്കാം, നമുക്കാരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിൻ ശക്തിയോടാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിൻ ശക്തിയോടാരാധിക്കാം. നമ്മൾ ഇന്ന് ധ്യാനിച്ച വചനം, പിതാവേ അങ്ങ് നൽകിയ ആരെയും ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല. ലൂക്ക 19:10. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കുവാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ഒരാൾ പോലും നഷ്ടപ്പെടരുത്, അതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. നമ്മൾ കാണുന്നുണ്ട്, ഉദ്ധാനത്തിന് ശേഷം പോലും യേശുവിൻ്റെ ശ്രദ്ധ മുഴുവനും ഈ നഷ്ടപ്പെട്ടതിനെ ഒന്ന് കണ്ടെത്താനാണ്. അവൻ്റെ എല്ലാ പ്രത്യക്ഷപ്പെടലും ഒരു കാര്യത്തിന് വേണ്ടിയാണ്. അവൻ്റെ കുരിശ് കണ്ട്, അവൻ്റെ മരണം കണ്ട് ചിതറിപ്പോയവരെ ചേർത്ത് പിടിക്കാൻ. എല്ലാ പ്രത്യക്ഷപ്പെടലും ഒറ്റക്കാര്യത്തിന് വേണ്ടിയാണ്. പല കാരണങ്ങൾ കൊണ്ട് ചിതറിപ്പോയവരെ ചേർത്ത് പിടിക്കാൻ. ഒരു രാത്രിയിൽ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. മറ്റുള്ളവർ പറഞ്ഞു, ഞങ്ങളും വരുന്നു. അടുത്ത വചനം, ആ രാത്രിയിൽ അവർക്കൊന്നും കിട്ടിയില്ല. ധ്യാനിക്കണം അടുത്ത വചനം. ഉഷസ്സായപ്പോൾ, സൂര്യനുദിക്കുന്നതിന് മുമ്പേ അവൻ എത്തി കടൽക്കരയിൽ. അവൻ പറഞ്ഞു, നിങ്ങൾ ജെറുസലേമിൽ തങ്ങ്, നിങ്ങൾ നഗരം വിട്ടു പോകരുത്. ഇതാ നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഈ വാക്ക് അവഗണിച്ച് മീൻ പിടിക്കാൻ പോയി പത്രോസും ശിഷ്യന്മാരും. എന്നാൽ ആ നഷ്ടം അവന് താങ്ങാൻ പറ്റിയില്ല. അവർ മീൻ പിടിക്കുമ്പോൾ ഇതാ കാറ്റ് വീശിയടിക്കുന്ന തീരത്ത്, കടലിൻ്റെ ഓരത്ത് അവൻ അടുപ്പ് കൂട്ടി, അവൻ തീ കൂട്ടി, അവൻ അപ്പം ചുട്ട് അവൻ കാത്തിരിക്കുകയാണ്. ഒരു കാറ്റടിക്കുന്ന കടലിൻ്റെ ഓരത്ത് തീ കൂട്ടണമെങ്കിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരു കാറ്റ് നിരന്തരം വീശിക്കൊണ്ടിരിക്കുന്ന ഒരു കടൽ തീരത്ത് തീ കൂട്ടണം, അടുപ്പ് കൂട്ടണം, ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ അതെളുപ്പമുള്ള കാര്യമല്ല. അവൻ എളുപ്പവഴിയിൽ അപ്പമുണ്ടാക്കുന്നവനല്ല. കല്ലിനോട് അപ്പമാകാൻ പറഞ്ഞപ്പോൾ അതിനെ വേണ്ട എന്ന് വച്ചവനാണ്. അവൻ എളുപ്പവഴിയിൽ അപ്പമുണ്ടാക്കില്ല. മറിച്ച് അവൻ അപ്പമുണ്ടാക്കിയത് അവൻ്റെ ജീവൻ പോലും കൊടുത്തിട്ടാണ് അവൻ അപ്പമായത്. അവനൊരിക്കലും എളുപ്പവഴിയിൽ അടുപ്പ് കൂട്ടില്ല, എളുപ്പവഴിയിൽ തീ കത്തിക്കില്ല. മറിച്ച് അവൻ അവിടെ ത്യാഗമെടുത്തു. എന്തിനു വേണ്ടി? തൻ്റെ വാക്ക് ധിക്കരിച്ച് നഷ്ടപ്പെട്ടു പോയവരെ വീണ്ടെടുക്കാൻ വേണ്ടി. പ്രിയപ്പെട്ടവരെ, ഒറ്റ ചോദ്യമേ അവൻ ചോദിക്കുന്നുള്ളൂ, നീ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നീ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഒരുവൻ പോലും നഷ്ടപ്പെടരുത്. പ്രിയപ്പെട്ടവരെ, അതാണ് ദൈവത്തിൻ്റെ മനസ്സ്, അതാണ് ബൈബിളിൻ്റെ മനസ്സ്. എന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അപരനെ നേടുക. ഇതാ യേശു പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ കൊടുക്കുവാനാണ്. അവർക്ക് ജീവൻ ഉണ്ടാകാൻ വേണ്ടി ഞാൻ ജീവൻ കൊടുക്കുന്നു. ആരും എന്നിൽ നിന്ന് അത് പിടിച്ചെടുക്കുന്നതല്ല, ഞാൻ സ്വമേധയാ കൊടുക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ആരും നഷ്ടപ്പെട്ടു പോകരുത്. എൻ്റെ കയ്യിൽ പിതാവെ അങ്ങ് ഏൽപ്പിച്ച ആരെയും ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ?
ഒരു പക്ഷേ അവർക്ക് കുറവുകളുണ്ടായിരുന്നു, എന്നാൽ കുറവുള്ള ഒരാളെ നിന്റെ അടുത്ത് ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. കുറവുള്ള ഒരാളെ അടുത്ത് നിന്നെ ദൈവം നിർത്തിയിട്ടുണ്ട്. ആ വ്യക്തിയെ നിന്റെ പ്രാർത്ഥന വഴി, നിന്റെ സ്നേഹം വഴി നിനക്ക് വീണ്ടെടുക്കാൻ പറ്റിയോ? നഷ്ടപ്പെട്ടു പോകരുത് ആരും. ഈ ഒരു ചിന്ത നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മളായിരിക്കുന്നിടങ്ങളിൽ ഉണ്ടാകട്ടെ. ഞാൻ കാരണം ആരും നഷ്ടപ്പെടരുത്. ഞാൻ പ്രാർത്ഥിക്കാതിരുന്നത് കൊണ്ട്, ഞാൻ സ്നേഹിക്കാതിരുന്നത് കൊണ്ട്, ഞാൻ ത്യാഗം എടുക്കാതിരുന്നത് കൊണ്ട്, ഞാൻ അധ്വാനിക്കാതിരുന്നത് കൊണ്ട് നഷ്ടപ്പെടാതിരിക്കരുത്, നഷ്ടപ്പെട്ടു പോകരുത്. അതാണ് എത്രയോ കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടുന്നു. ഒരു പക്ഷേ അല്പസുഖം തേടി ഒരപ്പൻ പോകുമ്പോൾ നഷ്ടപ്പെടുന്നത് ബാല്യമല്ലേ? ഒരു പക്ഷേ തിന്മയിലായിരിക്കുന്നൊരു ഭർത്താവ് ചിലരെങ്കിലും നഷ്ടപ്പെട്ടു പോകാൻ കാരണം പ്രാർത്ഥിക്കാത്തതല്ലേ? നമ്മളോട് പറയുന്നു, അവൻ നൽകിയ ആരെയും, പിതാവെ അങ്ങ് നൽകിയ ആരെയും ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഗെത്സമനിയിൽ അവനെ പിടിക്കാൻ വരുമ്പോൾ ഒരു കാര്യമേ അവൻ പറയുന്നുള്ളൂ: നിങ്ങൾ എന്നെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഇവർ പൊക്കോട്ടെ, ഇവരെ വിട്ടേക്ക്. നിങ്ങൾ എന്നെയല്ലേ അന്വേഷിക്കുന്നത്? അതിനായിരുന്നു, എന്തിനായിരുന്നു? അങ്ങ് നൽകിയ ആരെയും ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്ന വചനം പൂർത്തിയാക്കുവാൻ വേണ്ടിയായിരുന്നു അത് പറഞ്ഞതെന്ന് വചനത്തിൽ നമ്മൾ കണ്ടു. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം ഒരു പക്ഷേ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇനി ആ വ്യക്തി, ഇനി എൻ്റെ മക്കൾ, ഇനി എങ്ങനെ അവർ വിശ്വാസത്തിലേക്ക്, സ്നേഹത്തിലേക്ക്, അവർ നന്മയിലേക്ക് വരും? പ്രിയപ്പെട്ടവരെ, വരും. അതാണ്, കണ്ടെത്താതെ പോകുന്ന ഒന്നുമില്ല. ഒരു 10 നാണയമുണ്ടായിരുന്നു, 1 നഷ്ടപ്പെട്ടു. അത് കണ്ടെത്തപ്പെടുന്നുണ്ട്. അത് കണ്ടെത്താൻ ദൈവം ഒരു സ്ത്രീയെ അടിച്ചു വാരാൻ നിയോഗിക്കുന്നുണ്ട്. 100 ആടുകളുണ്ടായിരുന്നു, 1 നഷ്ടപ്പെട്ടു പോയി. എന്നാൽ നഷ്ടപ്പെട്ട ഒരാടിനെ കണ്ടെത്താൻ, ആ ആടിനെ കണ്ടെത്താൻ മനസ്സുള്ള ഒരു ഇടയനെ ദൈവം നൽകുന്നുണ്ട്. വീണ്ടും 2 മക്കളുണ്ടായിരുന്നു, ഒരുവൻ ഇറങ്ങിപ്പോയി. എന്നാൽ ഇറങ്ങിപ്പോയ മകനെ കാത്തിരിക്കാൻ മനസ്സുള്ളൊരു പിതാവിനെ ആ വീട്ടിൽ ദൈവം നിർത്തുന്നുണ്ട്. അതിനാൽ നമ്മൾ ഓർക്കുക, അത് നീയാണ്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടുകിട്ടുവോളം അടിച്ചു വാരേണ്ട, ആ വ്യക്തിക്ക് വേണ്ടി വിശുദ്ധീകരിക്കേണ്ട, ആ വ്യക്തിക്ക് വേണ്ടി അന്വേഷിക്കേണ്ട വ്യക്തി നീയാണ് എന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമുക്കൊരു നിമിഷം 2 കരങ്ങളും വിശുദ്ധ കുർബാനയിലേക്ക് നീട്ടി ഈ നിമിഷം യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ കുടുംബത്തിലെ ഓരോ പ്രിയപ്പെട്ടവരിലും ഇറങ്ങാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കട്ടെ. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന, എവിടെ നിന്ന്, ഏത് രാജ്യത്ത് നിന്ന് നീ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണെങ്കിലും, ഒരു പക്ഷേ ദൂരങ്ങളിലായിരിക്കുന്ന നിന്റെ പ്രിയപ്പെട്ടവരെ ഓർത്ത് നീ വേദനിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഇങ്ങനെ മനസ്സിലൊരു ചിന്തയുണ്ട്: ദൈവമേ, എന്തുകൊണ്ടാണ് എൻ്റെ കുടുംബങ്ങളിൽ തീരാ നഷ്ടം? എൻ്റെ ജീവിതത്തിൽ ചിലർ നഷ്ടപ്പെട്ടു പോയത് ഈശോയെ എൻ്റെ ചില കുറവുകളാണോ? ഞാൻ പ്രാർത്ഥിക്കാതിരുന്നത് കൊണ്ടും, ഞാൻ സ്നേഹിക്കാതിരുന്നത് കൊണ്ടും, ഞാൻ ദൈവത്തോട് അവരെ ചേർത്ത് വയ്ക്കാതിരുന്നത് കൊണ്ടുമാണോ അവർ നഷ്ടപ്പെട്ടു പോയത്? യേശുവേ, ഈ നിമിഷം ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു നിമിഷം ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ജീസസ്, താങ്ക് യു ജീസസ്, പ്രൈസ് ടു ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏറ്റവും നല്ല വഴി തിരിച്ചു പിടിക്കുവാൻ, നഷ്ടപ്പെട്ടതിനെ എല്ലാം കണ്ടെത്തുവാൻ ഏറ്റവും നല്ല വഴി, ആ വ്യക്തിയെ നീ കുർബാനയോട്, യേശുവിൻ്റെ ബലിയോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക. ആ വ്യക്തിയെ യേശുവിൻ്റെ രക്തത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക, യേശുവിൻ്റെ ബലിയോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക. കാരണം വചനം പറയുന്നു, അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപത്തിൽ നിന്നും നിങ്ങളെ മോചിപ്പിക്കും. ഒരു പക്ഷേ ചിലരൊക്കെ നഷ്ടപ്പെട്ടു പോയെങ്കിൽ നമ്മൾ പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ ബലിയോട്, വിശുദ്ധ കുർബാനയോട് നമ്മളവരെ ചേർത്ത് വയ്ക്കണം. വിശുദ്ധ കുർബാനയോട് നമ്മൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക. ഞാൻ കാരണം ആരെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? എൻ്റെ വാക്ക്, എൻ്റെ പ്രവൃത്തി, എൻ്റെ സ്നേഹനിഷേധം,
എൻ്റെ അവഗണന, ഞാൻ മനസ്സിലാക്കാതെ പോയ അവസ്ഥ, ഇങ്ങനെ എൻ്റെ ചില കാരണങ്ങൾ കൊണ്ട്, എൻ്റേതായ ചില കുറവുകൾ കൊണ്ട് ആരെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? ഒരു പക്ഷേ ഞാൻ അല്പം സ്നേഹം കൊടുത്തിരുന്നുവെങ്കിൽ, ഞാൻ അല്പം ശ്രദ്ധ കാണിച്ചിരുന്നുവെങ്കിൽ എൻ്റെ ആ മകൻ, എൻ്റെ ആ മകൾ ഇന്നും എന്നോടൊപ്പം ഉണ്ടാകുമായിരുന്നില്ലേ? എൻ്റെ മകൻ ഇത്ര പാപത്തിൻ്റെ വഴിയിലേക്ക് പോകുമായിരുന്നുവോ? ഒരു പക്ഷെ എന്നിലൂടെയല്ലേ അവൻ പാപവഴികളെ അറിയുവാൻ തുടങ്ങിയത്? ഒരു പക്ഷെ ഞാനൊന്ന് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ എത്രയോ പെട്ടെന്നൊരു മാനസാന്തരം ആ വ്യക്തിയിൽ ഉണ്ടാകുമായിരുന്നു. ഞാൻ അവഗണിച്ചത് കൊണ്ട്, ഞാൻ സ്നേഹിക്കാതിരുന്നത് കൊണ്ട്, ഞാൻ ആ പ്രതിസന്ധിയിൽ ഒപ്പം നിൽക്കാതിരുന്നത് കൊണ്ടല്ലേ എത്രയോ പേർ വിശ്വാസത്തിൽ നിന്നും സഭയിൽ നിന്നുമൊക്കെ അകന്നു പോയത്. അതിനാൽ യേശുവേ, ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ആരെങ്കിലും ഞാൻ കാരണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ ശ്രദ്ധക്കുറവ്, പ്രാർത്ഥനയുടെ കുറവ്, സ്നേഹത്തിൻ്റെ കുറവ്, മനസ്സിലാക്കലിൻ്റെ കുറവ് മൂലം ആരെങ്കിലുമൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കാരണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, യേശുവേ, നിൻ്റെ മുമ്പിൽ ഞങ്ങൾ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം വിശുദ്ധ കുർബാനയോട് ചേർത്ത് വെച്ച് യേശുവേ പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം യേശുവേ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന്, ഞങ്ങളായിരിക്കുന്ന സമൂഹത്തിലും സഭയിലും നിന്ന് ആരെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയും, ഞങ്ങൾ കാരണമാണ് ആ നഷ്ടപ്പെടലെങ്കിൽ ഞങ്ങൾ മാപ്പ് ചോദിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി നമുക്ക് കരങ്ങൾ ഉയർത്തി ആ വ്യക്തികളെല്ലാം സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ വന്ന ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളെയും, പ്രത്യേകിച്ച് നമ്മൾ സ്നേഹിക്കാതിരുന്നതിനെ, നമ്മൾ പ്രാർത്ഥിക്കാതിരുന്നതിനെ, നമ്മൾ മനസ്സിലാക്കാതിരുന്നതിനെ ഓർത്ത് മാപ്പ് ചോദിച്ച് നമുക്കൊരു നിമിഷം യേശുവിൻ്റെ കരുണയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച്, യേശുവിൻ്റെ കരുണ നമ്മളിലും ആരെല്ലാം നഷ്ടപ്പെട്ടു പോയോ അവരിലും നിറയുവാൻ ആഗ്രഹിച്ച് നമുക്ക് ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ എൻ്റെ സ്നേഹമേ, കാരുണ്യം തൂകേണമേ. ഓ എൻ്റെ സ്നേഹമേ, കാരുണ്യം തൂകേണമേ. നമുക്ക് കരങ്ങൾക്ക് ഹൃദയത്തോട് ചേർക്കാം. കരങ്ങൾ ഹൃദയത്തോട് ചേർക്കുമ്പോൾ ഇതാ യേശു പറഞ്ഞു, നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ഇതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. ഈ ബൈബിളിൽ മുഴുവനും വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ മനസ്സ് അതാണ്. ഒരാളും നഷ്ടപ്പെടരുത്, ഒരാളും നഷ്ടപ്പെട്ടു പോകരുത്. നമുക്ക് ആ മനസ്സ് നമ്മൾ സ്വന്തമാക്കുക. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ ഞാനൊരു പുരോഹിതനാണെങ്കിൽ, ഞാനൊരു സഭയെ നയിക്കുന്ന അധികാരിയാണെങ്കിൽ, ഞാൻ സ്വന്തമാക്കേണ്ട മനസ്സ് സുവിശേഷത്തിൻ്റെ മനസ്സാണ്. ഒരാളും നഷ്ടപ്പെട്ടു പോകരുത്, ഒരാളും ഇടറരുത്. ഇതാണ് ഈശോ ആഗ്രഹിക്കുന്നത്. ഒരാളും സഭയോടുള്ള സ്നേഹത്തിൽ നിന്ന്, ഒരാളും കൂദാശകളിൽ നിന്ന്, ഒരാളും ദൈവാനുഭവത്തിൽ നിന്ന് അകന്നു പോകരുത്, ഇടറിപ്പോകരുത് എന്നവൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഈശോയെ ഞങ്ങൾ സമർപ്പിക്കുന്നു. വൈദികരുടെ, സമർപ്പിതരുടെ ഈ കാലഘട്ടത്തിൽ തെറ്റായ ചില രീതികളുടെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും സഭയിൽ നിന്നും കൗദാശിക ജീവിതത്തിൽ നിന്നും അകന്നു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളുടെ ശ്രദ്ധക്കുറവ് കൊണ്ട്, സ്നേഹിക്കാതിരുന്നത് കൊണ്ട് എൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും അകന്നു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മാപ്പ് ചോദിച്ച് അവരെ ചേർത്ത് വയ്ക്കുന്നു. നമുക്കൊരു നിമിഷം അങ്ങനെ ആരെങ്കിലും കുടുംബങ്ങളിൽ നിന്ന് അകന്നുപോയി നമ്മുടെ പ്രാർത്ഥന ആവശ്യമുണ്ട്. ആരെങ്കിലും തിരുസഭയിൽ നിന്ന്, തിരുസഭയുടെ കൂട്ടായ്മയിൽ നിന്ന്, കൗദാശിക ജീവിതത്തിൽ നിന്ന് അകന്നുപോയി നമ്മുടെ പ്രാർത്ഥന ആവശ്യമുണ്ട്. ഈ ശുശ്രൂഷയിൽ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ആരെല്ലാം യേശുവിൻ്റെ സഭയിൽ നിന്ന് അകന്നുപോയോ, പല കാരണങ്ങൾ കൊണ്ട് പല കാലഘട്ടങ്ങളിലൂടെ അകന്നുപോയ എല്ലാവരെയും സമർപ്പിക്കുന്നു.
അവരെല്ലാം യേശുവിലേക്ക് വരാൻ, യേശുവിൻ്റെ സ്വപ്നം ഒരു തൊഴുത്തും ഒരിടയനും, ആ സ്വപ്നം നിറവേറാൻ യേശുവെ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കുടുംബത്തിന് നിയോഗം സമർപ്പിക്കുക. നമ്മുടെ കുടുംബത്തിന് നിയോഗം സമർപ്പിക്കുക. ഈ 50 ദിവസവും ധ്യാനത്തിൽ നമ്മൾ നമ്മുടെ കുടുംബത്തിൻ്റെ നിയോഗങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങാൻ പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ ഏത് കാര്യത്തെ ഓർത്ത് നമ്മൾ ഭാരപ്പെടുന്നു? ഈശോ നമ്മളോട് ചോദിക്കുന്നു, ഞാനിപ്പോൾ നിൻ്റെ വീട്ടിൽ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? നമ്മുടെ ആഗ്രഹങ്ങൾ സമർപ്പിക്കുക. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ ആരെയെങ്കിലും ഓർത്ത് നമ്മൾ വേദനിക്കുന്നുണ്ടെങ്കിൽ ഈ വചനത്തിൽ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ലൂക്ക 19:10 നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കുവാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. നമുക്ക് കാര്യങ്ങൾ ഉയർത്തി ഈശോയെ സ്തുതിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്തമായ കാരുണ്യത്താൽ ഞങ്ങൾ നിറയ്ക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തിന്റെ നിറകുടമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ വചനം ലൂക്ക 19:10. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്.